ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ഗിഫ്റ്റ് പർപ്പസിന് പറ്റുന്ന പെർഫ്യൂം ബോക്സ് ആണ് കേട്ടോ. ഇത് 50 ml ആണ്. സ്കെൻഡി വര എന്ന് പറയുന്ന ഈ പെർഫ്യൂം ആണ് നമ്മളെ കയ്യിലുള്ളത്. പെർഫ്യൂമിന്റെ ബോക്സ് തന്നെ അവരുടെ മറ്റുള്ളതിന്റെ സൈസ്, ബോട്ടിലിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ബോക്സിന്റെ ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഇതിന് കവർ ഉള്ളതാണോ എനിക്ക് അറിയൂല. കവർ ഇല്ലാത്ത രൂപത്തിലാണ് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. കവർ ഉണ്ടായിരുന്ന ബോക്സ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ല. ഒരു ഗിഫ്റ്റ് പർപ്പസ് എന്നുള്ളതിലേക്കാണ് അവർ സ്കെൻഡി വെയറിന്റെ ഷുഗർ പെറ്റൽസ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം 50 ml ക്വാണ്ടിറ്റി. ഏതാണ് ഫ്ലേവർ എന്നുള്ളത് അവരിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ. പക്ക സ്ക്വയർ മാറ്റ് ഫിനിഷ്. ഇനി ആറ്റോമൈസർ നമുക്ക് നോക്കാം. മാംഗോ ആൻഡ് സ്വീറ്റി സ്മെല്ലാണ്, ക്രീമി സ്മെല്ലാണ് നമുക്ക് ടോട്ടൽ ഇതിന്റെ നോട്ട്സിൽ നമുക്ക് ഇതിൽ അവതരിപ്പിക്കാൻ പറ്റുക കേട്ടോ. ഒരു ഫ്രൂട്ടി വൈബും ഫ്ലോറൽ നോട്ട്സും ഇതെല്ലാം ഉള്ള പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി കറക്റ്റ് ഒക്കെ നോട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ വല്ലാതെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിന്റെ ലാസ്റ്റിംഗ് ഒന്നും എത്ര പറയണം എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ഇങ്ങനത്തെ സ്മെല്ലുകൾക്ക് പൊതുവെ നമുക്ക് ലാസ്റ്റിംഗ് പൊതുവെ കിട്ടാറുണ്ട്. ഒരു 4 to 5 hour വരെ ഷുവറായിട്ട് നമുക്ക് ലാസ്റ്റിംഗ് കിട്ടാറുണ്ട്. ഒരു യൂണിസെക്സ് ആയിക്കാണ്ട് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്തെങ്കിലും വുമൺ ഫ്രാഗ്രൻസ് ആയിക്കൊണ്ടാണ് നമുക്ക് കൂടുതൽ ഇതിനെ ഫോക്കസ് ചെയ്യിപ്പിക്കുക. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിന് കാര്യത്തിൽ വരുന്നത് കേട്ടോ. ഗുച്ചിയുടെ ഫ്ലോർ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എവിടെയൊക്കെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. ഇപ്പോൾ അത് സ്മെല്ല് ഇങ്ങനെ ഫീൽ ചെയ്തു. ബോട്ടിൽ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഷേപ്പാണെന്നുള്ളത്. യെസ്, അതന്നെ. ആ ഒരു ഗുച്ചി ഫ്ലോറിനോട് സാമ്യത്തിൽ വരുന്ന ചെറിയൊരു പെർഫ്യൂം. അതിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കറക്റ്റ് യഥാർത്ഥമായ നോട്ട്സൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് നോട്ട്സിൽ നല്ലൊരു മാംഗോ ആൻഡ് ബർഗമോട്ട വരുന്നത്. മിഡിൽ നോട്ടിൽ നല്ലൊരു ജാസ്മിൻ സ്മെല്ല് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞൊരു ഫ്ലോറൽ ആൻഡ് ഫ്രൂട്ടി വൈബ് ഉണ്ട് എന്നുള്ളത്. അതിനോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചെറിയൊരു ജാസ്മിൻ സ്മെല്ല് എവിടെയൊക്കെ ഉണ്ട്. അതിന്റെ ബേസ് നോട്ടൊക്കെ വരുന്നതോട് കൂടി ചെറിയൊരു വാനിലന്റെ ആ ഒരു സ്മെല്ലും ഒരു വുഡ് നോട്ടിൽ സാൻഡൽവുഡിന്റെ നോട്ടാണോ എന്ന് സംശയമുണ്ട്. ചെറിയ രീതിയിലാണ്. കുറച്ച് സമയം കഴിയണം. ഞാൻ ഒരൊറ്റ പ്രാവശ്യമാണ് അന്ന് അടിച്ചതിന്റെ കയ്യിലെത്തിയിട്ട് ഏകദേശം ഒരു മാസത്തിന്റെ മുകൾക്കായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാസത്തിന്റെ അടുത്തായിട്ടുണ്ടാവും എൻ്റെ കയ്യിലെത്തിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ ഇത് അവൈലബിൾ ആണ്. യു എയിൽ അവൈലബിൾ ആണോ എനിക്ക് അറിയില്ല. നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് പർപ്പസിനൊക്കെ വേണമെങ്കിൽ ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വരുന്നത്. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഇത് ഈ കാണുന്നത് തന്നെയാണ് അവരെ കോൺടാക്ട് നമ്പറും. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഇവർ നിങ്ങൾക്ക് അയച്ചു തരും. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ഓരോ പേജ് ഓൺലൈൻ വഴി എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾക്ക് ഓൺലൈൻ ആപ്പും ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ താഴെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ചെറിയ എമൗണ്ടിന് ഗിഫ്റ്റ് പർപ്പസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന. നാട്ടിലാണോ? അത് നാട്ടിൽ തന്നെയാണ് കേട്ടോ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു യു എയിലാണോ നാട്ടിലാണോ. നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഗിഫ്റ്റ് പർപ്പസിന് നിങ്ങൾ അഡ്രസ്സിലൊക്കെ അവർ അയച്ചു തരും കേട്ടോ. അപ്പോൾ അതാ മസ്റ്റ് ടൈപ്പ് പെർഫ്യൂം ആണ്. ഒരു വട്ടം എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുമേ.